പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം. വചന ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 36-ാം വാക്യം. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം. ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും ക്രിസ്തീയ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ പ്രബോധിപ്പിച്ചുകൊണ്ടാണ് സ്തോത്രം ഈ ലേഖനം എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പ്രബോധനത്തിൽ, ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളുടെ ഒരു സമ്പൂർണതയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത്, സകലവും അവനിൽ നിന്നും സ്വർഗരാജ്യം ആത്മാവിൽ ദരിദ്രരായവരുടേതാകുന്നു എന്ന് യേശു പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, പിതാവിൻ്റെ ഹിതം ചെയ്യുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നും യേശുക്രിസ്തു പറയുന്നതായി കാണാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ സ്വർഗരാജ്യം നിത്യമാണ്, നിത്യമായ ഒന്നാണ്. ദൈവഹിതത്തിൽ ചെയ്യപ്പെട്ടവ മാത്രമേ അവിടെ കാണപ്പെടുകയുള്ളൂ. ആത്മാവിൽ ദരിദ്രരായവർക്ക് തങ്ങളുടെ മാനുഷികമായ പോരായ്മയെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ട് അവർ ദൈവഹിതത്തിന് പരിപൂർണമായി കീഴടങ്ങുന്നവരാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവഹിത പ്രകാരമാണ് നാം നടക്കേണ്ടത്. കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് ദൈവഹിതപ്രകാരം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നാമും ദൈവത്തിൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽക്കാലം വളരെ വ്യക്തമായി മനസ്സിലാക്കിച്ചു തരുന്നത്. ആത്മാവിൽ ദരിദ്രരായവർക്ക് തങ്ങളുടെ മാനുഷികമായ പോരായ്മയെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് അവർ ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങുന്നവരാണ്. ഈ അർത്ഥത്തിൽ യേശുവും നിരന്തരം ആത്മാവിൽ ദരിദ്രനായിരുന്നു. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, മനുഷ്യൻ എപ്രകാരം ജീവിക്കണമെന്ന് ദൈവം കരുതിയിരിക്കുന്നുവോ അപ്രകാരം തന്നെയായിരുന്നു യേശു ജീവിച്ചത്. നിരന്തരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് പുത്രനായ യേശുക്രിസ്തു ജീവിച്ചത്. ദൈവത്തെ കൂടാതെ സ്വന്തം മനസ്സിന്റെ ശക്തികൾ ഉപയോഗിക്കുവാൻ വിസമ്മതിച്ചുകൊണ്ട് അവിടുന്ന് സംസാരിച്ച വചനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്ര. പുത്രനും സ്വയത്തിൽ നിന്ന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ച് തരുന്നത് പോലെ, സ്തോത്രം, തരുന്നത് പോലെ എന്ന് വചനം പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. സ്തോത്ര. ആർക്കൊക്കെ പറയുവാൻ സാധിക്കും, കർത്താവേ എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ഒരു മിനിസ്ട്രി തുടങ്ങുമ്പോൾ, ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ, സ്തോത്ര, എൻ്റെ ഇഷ്ടം കർത്താവ് ഇതൊക്കെ സാധിപ്പിച്ചു തരേണമേ അല്ല, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. സ്തോത്ര. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല കർത്താവിൻ്റെ ഇഷ്ടം നിറവേറണമെന്ന് ആർക്കൊക്കെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും. സ്തോത്ര. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, സകലവും അവനിൽ നിന്നും സ്തോത്ര പിതാവിൽ നിന്ന് പ്രാപിക്കുവാൻ പുത്രന് സാധിച്ചു എങ്കിൽ നമുക്ക് ഇന്നു പകൽക്കാലം ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ
ആർക്കൊക്കെ സാധിക്കും? ചില വിഷയങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ചില വിഷയങ്ങൾ സ്തോത്ര നടക്കാതെ ചില വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും നടക്കുന്നത്. അതുവരെ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ഹല്ലേലൂയ ആർക്കൊക്കെ സാധിക്കും? ഹല്ലേലൂയ. പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് തന്നെ മറുപടി ലഭിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഹിതപ്രകാരമാണ്. പക്ഷേ ദൈവം കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നതുപോലെ തന്നെ നാം പിതാവിന്റെ സന്നിധിയിൽ നാം വിഷയം വെച്ച് പ്രാർത്ഥിക്കണം. ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്തോത്ര ഈ ലേഖനത്തിൽ കൂടെ വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസിൽ കൂടെ വ്യക്തമാക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ച് നാം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. പലപ്പോഴും നാം മാനുഷികമായി പറയോ, ഞാൻ കർത്താവിനെ ആരാധിച്ചു, ദൈവസന്നിധിയിൽ വിശ്വസിച്ചു, പ്രാർത്ഥിക്കുന്നുണ്ട്, ഹല്ലേലൂയ, എല്ലാ മീറ്റിങ്ങിനും പോകുന്നുണ്ട്. പക്ഷേ എന്റെ ജീവിതത്തിൽ ചില വിഷയങ്ങളുടെ നടുവില് ഞാൻ നീറുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പറയുവാനുള്ളത് ദൈവഹിതത്തിന് നീ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്ര. ആരൊക്കെയാണ് ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. സ്തോത്ര. ആർക്കൊക്കെ അത് സാധിക്കുവാൻ സാധിക്കും? ഈ പുറമോടി അല്ലല്ലോ കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളല്ല, ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ, ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹമുണ്ടെങ്കിൽ, ഉള്ളിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തി നമ്മിൽ കൂടെ ചെയ്തെടുക്കുവാൻ സാധിക്കുക. ദൈവഹിതത്തിന് നീ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. യോഹന്നാൻ 5:19, 8:28, ഹല്ലേലൂയ 42, 12:49, 14:10 വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിച്ചു തരുന്നു. നമുക്ക് ഏറ്റവും നല്ല ഗുണപാഠ, ഏറ്റവും നല്ല മോഡൽ, ഏറ്റവും നല്ല മാതൃക പിതാവായ ദൈവം, ഹല്ലേലൂയ, പുത്രനായ യേശുക്രിസ്തു, ഹല്ലേലൂയ, പുത്രനായ യേശുക്രിസ്തു, പുത്രനായ യേശു, ഹല്ലേലൂയ, പിതാവായ ദൈവം പറയുന്നതനുസരിച്ചു. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ അനുകരിക്കുവാൻ സാധിക്കുമോ? നാം ഒരു ദൈവദാസന്മാരെ കണ്ടല്ല, ഒരു വിശ്വാസിയെ കണ്ടല്ല. നിന്നെ ചിലപ്പോൾ രക്ഷിക്കപ്പെടുത്തിയ വ്യക്തിയായിരിക്കാം, സ്നാനപ്പെടുത്തിയ വ്യക്തിയായിരിക്കാം, കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ച വ്യക്തിയായിരിക്കാം. നീ പ്രാർത്ഥനയ്ക്ക് വാ, ഉപവാസത്തിന് വാ എന്ന് പറയുന്ന വ്യക്തികൾ ചിലപ്പോ പിന്മാറിയെന്ന് വരാം. ഹല്ലേലൂയ. മനുഷ്യൻ വാക്കുകൾ പറയുമ്പോൾ വേദന അനുഭവപ്പെട്ടു എന്ന് വരാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതല്ല, നാം മനുഷ്യരെയാണ് നോക്കുന്നത്. അവർ കണ്ടോ കർത്താവിന്റെ സന്നിധിയിൽ വന്നു, ഇപ്പോൾ നടക്കുന്നത് എങ്ങനെ? കർത്താവിന്റെ സന്നിധിയിൽ ആരാധിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല? കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് എന്തുകൊണ്ട്? ഹല്ലേലൂയ. പണ്ടത്തെ ആത്മീയതയില്ല, നീ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. കർത്താവിനെ നീ അനുകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിത്യതയിൽ എത്തിക്കുക. എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ശക്തനാണ്. ഹല്ലേലൂയ. നിന്റെ നോട്ടം ക്രിസ്തുവിലായിക്കൊണ്ട് ദൈവിക മഹത്വം പ്രാപിച്ചെടുക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നീ വേറെ ഒരു വ്യക്തിയും കുറ്റം പറയേണ്ട കാര്യമില്ല. കർത്താവിന്റെ സന്നിധിയില്, പിതാവായ ദൈവത്തിന്റെ സന്നിധിയില് പുത്രനായ യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വാഗ്ദത്തം നിറവേറ്റാനുണ്ടാകും. ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്ക്. പാസ്റ്റർമാരോട് വിളിച്ച് ചോദിക്കുകയല്ല, ദൈവദാസിമാരോട് വിളിച്ച് ശല്യപ്പെടുത്തുകയല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നീ മുട്ടുമടക്ക്, ദൈവസന്നിധിയിൽ ഉപവസിക്ക്, കർത്താവിന്റെ സന്നിധിയിൽ കരയുവാൻ നീ തയ്യാറാക്. ദൈവഹിതത്തിന് നീ ഏൽപ്പിച്ചു കൊടുക്ക്. ഹല്ലേലൂയ. നിറവേറ്റപ്പെടേണ്ട ഒരാവശ്യം ഹല്ലേലൂയ കണ്ടതുകൊണ്ട് ഹല്ലേലൂയ യേശു ഒരിക്കലും പ്രവർത്തിച്ചില്ല. ആവശ്യം കണ്ട് അതിനെപ്പറ്റി ബോധവാനായിരുന്നുവെങ്കിൽ പിതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് മാത്രമാണ് കർത്താവ് യേശു ഹല്ലേലൂയ പുത്രനായ യേശു അവിടെ പ്രവർത്തിച്ചിരുന്നുള്ളൂ എന്ന് നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ഹല്ലേലൂയ. ആശയേറ്റ് കിടന്ന ഹല്ലേലൂയ അനേക വ്യക്തികളെ, അനേക മാനവ ജാതികൾക്ക് വേണ്ടി കർത്താവ്
പിതാവ് ഹല്ലേലൂയ മരിക്കുവാൻ ഹല്ലേലൂയ ആ വാഴ്ത്തത്തെ നിവർത്തീകരണത്തിന് വേണ്ടി താൻ വെയിറ്റ് ചെയ്തതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നാൽ പിതാവ് അയച്ച ഉടനെ തന്നെ അവിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്ര. കർത്താവ് പറയുന്ന ഹല്ലേലൂയ ഉടനെ ഇറങ്ങി വരിക, കർത്താവ് പറയുന്ന ഉടനെ പ്രവർത്തിക്കുക, കർത്താവ് പറയുന്ന വാക്കിന് വലയിറക്കുക. ആർക്കൊക്കെ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കാൻ സാധിക്കോ? യോഹന്നാൻ 8:42 പറയുന്നു, പിതാവായ ദൈവം പറഞ്ഞതനുസരിച്ച് പറഞ്ഞപ്പോൾ തന്നെ താൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ തീരുമാനപ്രകാരം ഓ ഹല്ലേലൂയ ശരിയായ സമയമായപ്പോൾ അവിടുന്ന് തന്റെ പുത്രനെ അയച്ചു. ഹല്ലേലൂയ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. സമയം നിശ്ചയിച്ചിട്ടുണ്ട്. സഭാപ്രസംഗി 3:1 പറയുന്നു, ആ സമയം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. യേശു ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളിലും ഓ പിതാവിന്റെ ഹിതം അന്വേഷിക്കുന്ന പക്ഷം നാമും തെറ്റിപ്പോകയില്ല. സ്തോത്ര. നാം പലപ്പോഴും വാക്കിനാലും പ്രവൃത്തിയാലും നാം തെറ്റുന്നത് എന്താണ്? പലപ്പോഴും മാനുഷികമായ ഇഷ്ടത്തിന് നമുക്ക് തോന്നുന്ന മാതിരിയുള്ള ചിന്തയില്, തോന്നുന്ന മാതിരിയുള്ള പ്രവൃത്തിയിൽ പോകുമ്പോഴാണ് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, യേശു ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളിലും പിതാവിന്റെ ഹിതം അന്വേഷിക്കുന്ന പക്ഷം നാം ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ആരെങ്കിലും ദൈവഹിതത്തിനല്ലാതെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ മാനുഷികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, ഹല്ലേലൂയ, അവർ ദൈവസ്ഥ തീഷ്ണതയോടെ നിന്നവരല്ലേ, എന്തുകൊണ്ട് തെറ്റിപ്പോയെന്ന് പറഞ്ഞു ആ റൂട്ട് നീ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ മടങ്ങി വരുവാനുള്ള സമയം കൂടെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പിതാവായ ദൈവത്തിന്റെ ആ ഇഷ്ടം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, സകലവും അവനിൽ നിന്നും ഹല്ലേലൂയ ക്രിസ്തുവിൽ നിന്ന് എനിക്ക് മതി, ക്രിസ്തുവിൽ നിന്നുള്ളത് മതി, ക്രിസ്തുവിന്റെ സമയത്ത് മതി. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ഇഷ്ടം എന്നിൽ നിറവേറിയ മതി എന്ന് ആർക്കൊക്കെ ഇന്ന് തീരുമാനമെടുക്കാൻ സാധിക്കും? ഹല്ലേലൂയ. അതെനിക്ക് മതി കർത്താവേ, ക്രിസ്തുവിൽ കൂടെയുള്ളത് മതി കർത്താവേ, ക്രിസ്തുവിൽ കൂടെയുള്ള അനുഗ്രഹം മതിയപ്പ, ക്രിസ്തുവിന്റെ ടൈമിന് മതിയപ്പ. എന്റെ സമയം വേണ്ട, എന്റെ ഇഷ്ടം വേണ്ട, കർത്താവിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിത്യതയോളം പ്രത്യാശയോടെ ധൈര്യത്തോടെ പിതാവിന്റെ ഇഷ്ടപ്രകാരം മുന്നേറിക്കൊണ്ട് ദൈവരാജ്യ കെട്ടുപണികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുക, കർത്താവിനെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.